നേരിയ ഭൂരിപക്ഷത്തിൽ നഷ്ടപ്പെട്ട മഞ്ചേശ്വരം, അവിടേക്ക് പോകാം. അടുത്ത മണ്ഡലം ആ മഞ്ചേശ്വരത്ത് ഇത്തവണ ഒപ്പമുണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് കെ സുരേന്ദ്രൻ. SIR തിരിച്ചടിയായെങ്കിലും മണ്ഡലത്തിലെ അടിയൊഴുക്കുകളും BJP കേന്ദ്രങ്ങളിലെ കനത്ത പോളിംഗിലുമാണ് NDAയുടെ പ്രതീക്ഷ. എന്നാൽ ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. മുസ്ലിം വോട്ടുകളുടെ ഏകീകരണം ഉണ്ടായതും SIRൽ കൂടുതൽ വോട്ട് ചേർത്തതും ഗുണം ചെയ്തുവെന്ന് UDF വിലയിരുത്തുന്നു. അരുൺ പൂപ്പറമ്പ് ചേരുന്നു. അരുൺ, BJPയുടെ A ക്ലാസ് മണ്ഡലമാണ്, പക്ഷേ UDFനെ സംബന്ധിച്ച് വളരെ ആത്മവിശ്വാസമുണ്ട്. കാരണം AKM അഷ്റഫിലൂടെ തെളിയിച്ചിട്ടുള്ളതിന് ഒരു തുടർച്ച, അതിൽ വലിയ ആത്മവിശ്വാസം UDFനുണ്ട്. പക്ഷെ BJPയെ സംബന്ധിച്ച് ഒന്ന്, മുൻ BJP സംസ്ഥാന അധ്യക്ഷന്റെ പോരാട്ടമാണ്. അത് മഞ്ചേശ്വരത്ത് പൊട്ടിക്കയറുമെന്നുള്ള പ്രതീക്ഷ NDA ക്യാമ്പിനുമുണ്ട്. എന്ത് സംഭവിക്കും മഞ്ചേശ്വരത്ത്? റോഷ്നി, UDFും BJPയും വിജയപ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. വലിയ ആത്മവിശ്വാസത്തിലാണ് UDF ക്യാമ്പുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണങ്ങളായി അല്ലെങ്കിൽ ഘടകങ്ങളായി അവർ ചൂണ്ടിക്കാണിക്കുന്ന ചില കാര്യങ്ങൾ, അതിലൊന്ന് ഈ SIRൽ ഉണ്ടായിട്ടുള്ള വ്യത്യാസമാണ്. SIRൽ കൂടുതൽ വോട്ട് ചേർത്തത് നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതാണ്. ഈ കൂടുതൽ വോട്ട് ചേർത്തത് UDF ആണ്. 13,000-ഓളം വോട്ടുകൾ പുതുതായി SIRൽ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നേർ പകുതി മാത്രമേ BJP ചേർത്തതായി കണക്കുകൾ സൂചിപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ SIRൽ വലിയ വ്യത്യാസം UDFന്റെയും BJPയുടെയും വോട്ടുകൾ തമ്മിലുണ്ട്. അതിനപ്പുറത്തേക്ക് ഇത്തവണ ഉണ്ടായിട്ടുള്ള ഒരു പ്രത്യേകത, കനത്ത പോളിംഗ് ആണ് ഈ മുസ്ലിം ന്യൂനപക്ഷ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ കാരണമായി പറയുന്നത് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിച്ചിട്ടുണ്ട്. അത് UDFന് അനുകൂലമായിട്ടാണ് ഏകീകരിച്ചിട്ടുള്ളത്. മറ്റൊന്ന് SIRന്റെ റിഫ്ലക്ഷനാണ് ആ കനത്ത പോളിംഗ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണത്തേതിനപ്പുറത്തേക്ക് ഒരു കംഫർട്ടബിൾ മാർജിനിലേക്ക് 10,000-ന് മുകളിലേക്ക് ഭൂരിപക്ഷം എത്തുമെന്ന വലിയ ആത്മവിശ്വാസമാണ് UDF ക്യാമ്പ് പങ്കുവെക്കുന്നത്. BJPയെ സംബന്ധിച്ച് അവർക്കുള്ള ആശങ്ക, അതായത് ആദ്യഘട്ടത്തിലുണ്ടായ ആത്മവിശ്വാസത്തിൽ ചെറിയൊരു ഇടിവ് സംഭവിച്ചതിന്റെ കാരണം ഈ SIRലെ വ്യത്യാസം തന്നെയാണ്. SIRലെ വോട്ട് വ്യത്യാസം എന്നുള്ളത് 8,000-ഓളം വോട്ടുകൾ BJPയുടെ അവിടെ തള്ളിപ്പോയിട്ടുണ്ട്. പക്ഷേ UDF ചേർത്തതിൽ നേർ പകുതി മാത്രമേ മണ്ഡലത്തിൽ പുതിയതായി വോട്ട് ചേർക്കാൻ BJPയെ സംബന്ധിച്ച് സാധിച്ചുള്ളൂ. അത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ആദ്യഘട്ടത്തിൽ അവർ പ്രതീക്ഷിച്ചിരുന്നത് SIRൽ അത്തരത്തിലൊരു വോട്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും അത്രത്തോളം ഒന്നും വോട്ട്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ മേഖലയിൽ നിന്നും വോട്ട് ചെയ്യാൻ എത്തില്ല. പ്രത്യേകിച്ച് ഈ പശ്ചിമേഷ്യൻ യുദ്ധം ഉള്ളതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നൊക്കെ ആൾക്കാർ എത്തി വോട്ട് ചെയ്യില്ല എന്നൊക്കെ പ്രതീക്ഷിച്ചു. അങ്ങനെ ഒരു കണക്ക് കൂട്ടൽ BJPയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു. പക്ഷേ മറിച്ചാണ് സംഭവിച്ചത്. കൃത്യമായി മുസ്ലിം ന്യൂനപക്ഷ മേഖലയിലൊക്കെ കനത്ത പോളിംഗ് ഉണ്ടാവുകയും ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുൾപ്പെടെ പ്രത്യേകം ആൾക്കാരെ എത്തിച്ച് വോട്ട് ചെയ്യിക്കാനൊക്കെ സാധിച്ചിട്ടുണ്ട്. അപ്പോഴും BJP ക്യാമ്പ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ, അതിലൊന്ന് ഈ BJPയുടെ കേന്ദ്രങ്ങളിലും കനത്ത പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരമാവധി BJP വോട്ടുകൾ പോൾ ചെയ്തിട്ടുണ്ട്. അതൊന്ന്. രണ്ടാമത്തേത്, ഈ SDP വോട്ടുകൾ മണ്ഡലത്തിൽ നിർണായകമാണ്. 7,600 വോട്ടുകൾ SDPക്ക് കഴിഞ്ഞ് തദ്ദേശ തെരഞ്ഞെടുപ്പുണ്ട്. ഈ വോട്ടുകളിൽ ഒരു 2,000 വോട്ട് UDFന് പോയേക്കാം. പക്ഷേ അവശേഷിക്കുന്ന വോട്ടുകൾ പൂർണ്ണമായും LDFനായിരിക്കും പോൾ ചെയ്തിട്ടുണ്ടാവുക. അവർ പ്രാദേശികമായി LDFന് അവിടെ പിന്തുണച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 5,000 വോട്ടോളം കഴിഞ്ഞ തവണ UDFന് ലഭിച്ച വോട്ടുകളാണ്. അത് ഇത്തവണ BJPക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാക്കും എന്നതാണ്. അങ്ങനെ ഈ അടിയൊഴുക്കുകൾ, പ്രത്യേകിച്ച് ഈ പ്രകടമല്ലാത്ത ആന്റി ലീഗ് വോട്ടുകൾ, ആന്റി MLA വോട്ടുകളൊക്കെ മണ്ഡലത്തിലുണ്ട്. ഈ അടിയൊഴുക്കുകൾ ഉൾപ്പെടെ പ്രതീക്ഷ വെക്കുന്നു 1,500 മുതൽ 3,000 വോട്ട് വരെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറുമെന്ന് തന്നെയാണ് ഒടുവിലും BJP ക്യാമ്പ് പങ്കുവെക്കുന്ന പ്രതീക്ഷ. അപ്പൊ മഞ്ചേശ്വരവും പ്രവചനാതീതമായി തന്നെ നിൽക്കുന്നു. AKM അഷ്റഫിലൂടെ UDFന് തുടർച്ചയുണ്ടാകുമോ, അതോ കെ സുരേന്ദ്രനിലൂടെ NDA ഒരു അട്ടിമറി വിജയം കാഴ്ചവെക്കുമോ മഞ്ചേശ്വരത്ത്? കാത്തിരുന്ന്